കഴിഞ്ഞ പ്രവചന വീഡിയോ ഇട്ടപ്പോൾ വിചാരിച്ചതാണ് ഇനിയിപ്പോഴെങ്ങും ഇടുന്നില്ലെന്ന്. പക്ഷെ ആ വീഡിയോയിൽ തന്നെ നമുക്കൊരു പ്രശ്നം പറ്റി. നമ്മൾ അപ്ലോഡ് ചെയ്തപ്പോൾ എല്ലാം കറക്റ്റായിട്ടാണ് അപ്ലോഡ് ചെയ്തത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് അവസാന ഭാഗം ഇടയ്ക്കിടയ്ക്ക് വന്ന് കയറി. അങ്ങനെ ഒരു പ്രശ്നം പറ്റി. അപ്പോൾ അത് ആ വീഡിയോയിൽ തന്നെ നമ്മൾ ആ ഗ്രഹസ്ഥിതികളനുസരിച്ച് പറഞ്ഞതെല്ലാം കറക്റ്റായി. കാരണം ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ വാർത്തകളൊക്കെ കണ്ടാൽ മനസ്സിലാകും എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് മനുഷ്യർ പറയുന്നതെന്ന്. അപ്പോൾ നമുക്കും അതൊക്കെ സംഭവിക്കാമെന്നും അത് തെളിയിച്ചു. പിന്നീട് ഈ വിഷവാതക ചോർച്ചയെക്കുറിച്ച് പ്രത്യേകം എടുത്ത് പറഞ്ഞിരുന്നു. അതും സംഭവിച്ചു ആ പറഞ്ഞ ദിവസം തന്നെ. ഇതൊക്കെ നമ്മൾ വലിയ പ്രവചനക്കാരാണെന്ന് പറയാനോ അല്ലെങ്കിൽ നമ്മൾക്ക് ഈ ശാസ്ത്രത്തിൽ ഏതോ വലിയ ഇതുണ്ടെന്നൊന്നും പറയാനല്ല. ജ്യോതിഷം എന്ന് പറയുന്ന ശാസ്ത്രം, അതിനെ ശാസ്ത്രമായിട്ട് നമ്മൾ സമീപിക്കണം. അത് തെളിയിക്കാൻ വേണ്ടി നമുക്ക് കഴിയുന്നത്ര മാക്സിമം മുന്നോട്ട് പോവുക. കാരണം ഇന്ന് ഈ ലോകത്തെ രക്ഷിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശാസ്ത്രമാണ് ജ്യോതിഷ ശാസ്ത്രം എന്ന് പറയുന്നത്. ആ ശാസ്ത്രം പണ്ട് സയൻസും വൈദ്യവും ഒക്കെ എങ്ങനെയായിരുന്നു മനുഷ്യന്റെ കൈകളിൽ കിടന്ന് പെടഞ്ഞിരുന്നേ, അതുപോലെ ഇപ്പോൾ ജ്യോതിഷവും പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ആർക്കും അറിയത്തില്ല ഇതിന്റെ ഉപയോഗം എന്തുവാണെന്ന്. ഇപ്പോഴും ആർക്കും, ഒരു ജ്യോതിഷന്മാർക്ക് പോലും അറിയത്തില്ല. ഇപ്പോൾ ഈ വീഡിയോ ഇടാൻ മറ്റൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് ജ്യോതിഷത്തിന്റെ പേരിൽ ജ്യോതിഷത്തിന് തന്നെ അപമാനമുണ്ടാക്കുന്ന രീതിയിൽ വരുന്ന കുറേ ചാനലുകൾ. അവർ കുറേ റെമഡികളൊക്കെ പറയും, ചെയ്യുന്നതിനും മനുഷ്യൻ പടുകുഴിയിൽ വീഴുന്നല്ലാതെ ചിലർക്ക് ആ സമയത്തിന്റെ നന്മ കൊണ്ട് കിട്ടുന്നതല്ലാതെ പണപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നില്ല. പിന്നെയാണെങ്കിൽ ചില നക്ഷത്രക്കാരിപ്പോൾ രാജയോഗം. ഇന്നലെ ഒരു 3-4 ചാനലുകൾ നോക്കിയപ്പോൾ അത് ഹെഡിങ് എഴുതിയൊക്കെയാണ് ഭരണി, കാർത്തിക, രോഹിണി, ഇങ്ങനെ അടുത്തടുത്ത് വരുന്ന നക്ഷത്രങ്ങളിൽ ചിലത് വിട്ടേച്ച് ബാക്കി എല്ലാത്തിനും എന്തോ രാജയോഗം ഈ ദിവസം വരുമെന്ന്. ഈ ദിവസം കഷ്ടത്തിലായി ഈ നാളുകാരെ കുറെ പേരെ അറിയാം. ഇവരെന്ത് സമാധാനം പറയും ഇവരോട്? ഇങ്ങനെയാണോ നമ്മൾക്ക് ഇത്രയും നാളും ആ ചാനലുകാരെല്ലാം നല്ലതുപോലെ നേടിയിട്ടുണ്ട് ഇതിൽ നിന്നും. ഇത്രയും നാളും അന്നം തന്ന് നമ്മുടെ കൂടെ നിന്ന ആൾക്കാരോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടതെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. കുറച്ചെങ്കിലും സമയമെടുത്ത് ഈ ശാസ്ത്രം പഠിക്കാൻ നോക്കൂ. ഒന്നാമതായി പറയുകയാണെങ്കിൽ ഒരാളുടെ ദശാകാലമാണ് പ്രധാനപ്പെട്ടത്. പിന്നെ ചാരഫലമാണെങ്കിൽ ചാരഫലത്തിൽ നമ്മൾ ഇപ്പോൾ 9 ഗ്രഹങ്ങൾ വെച്ചാണ് ഇന്ത്യൻ അസ്ട്രോളജിയിൽ നോക്കുന്നത്. വെസ്റ്റേൺ അസ്ട്രോളജിയിൽ കൂടുതൽ ഗ്രഹങ്ങളെ നോക്കും. നമ്മൾ നോക്കുന്ന 9 ഗ്രഹങ്ങൾ വെച്ചാണ്. ആ 9 ഗ്രഹങ്ങളിൽ എത്ര ഗ്രഹങ്ങൾ നമുക്ക് അനുകൂലമാണെന്ന് കണക്ക് കൂട്ടിയിട്ട് വേണം നമ്മൾ തീരുമാനമെടുക്കാൻ. ഇപ്പോൾ മേടൻ രാശിക്ക് ശനി അനുകൂലമാണ്, അത് തന്നെ വെച്ചുകൊണ്ട് മേടൻ രാശിക്ക് നല്ലതാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം രാഹു 12-ൽ നിൽക്കുകയാണ്. രാഹുൽ 12-ൽ നിൽക്കുമ്പോൾ അങ്ങനെ ദുസ്വപ്നങ്ങൾ കാണുക, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുക, മറ്റു പല 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 കുഴപ്പങ്ങളുണ്ട്. അതിന് രാഹുവിൻ്റെ ഇത് ചാരഫലം പറയുമ്പോൾ പറയുന്നതായിരിക്കും. അന്നേരം കേതു അനുകൂലമാണ്. പക്ഷേ ഈ 2 ദിവസങ്ങളിൽ ചന്ദ്രൻ പ്രതികൂലമായിട്ടാണ് അവർക്ക് നിൽക്കുന്നത്. രവി ഇനി ഒരു മാസത്തേക്ക് പ്രതികൂലമായിട്ടാണ് നിൽക്കുന്നത്. കുജൻ പ്രതികൂലമായിട്ടാണ് നിൽക്കുന്നത്. കുജനാണ് നമ്മൾ നോക്കേണ്ടത്. കുജൻ കണ്ടകസ്ഥാനത്ത് പ്രതികൂലമായിട്ട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയായിട്ട് നിൽക്കുകയാണ്. പിന്നെ നോക്കേണ്ടത് ശുക്രനും പ്രതികൂലമാണ്. ഇങ്ങനെ ഇത്രയും ഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുമ്പോൾ ഇവർക്ക് രാജയോഗം എന്ന് പറയുന്നവരെ നമ്മൾ എന്ത് പറയാനാണ്? പിന്നെ നമ്മൾ നോക്കേണ്ട ഈ അനുകൂലമായ ഗ്രഹങ്ങള് എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് നോക്കണം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കുജന് സ്പെഷ്യൽ ദൃഷ്ടി 4-ലോട്ടും 8-ലോട്ടും ഉണ്ട്. അപ്പോൾ ആ ദൃഷ്ടി ശനിക്കുണ്ട്, രാശിദൃഷ്ടിയുമുണ്ട്. അങ്ങനെയും കൂടെ നോക്കണം. അപ്പോൾ ആ ശനിക്ക് അത്രയും ഗുണങ്ങൾ ചെയ്യാൻ കഴിയുകയില്ല. അത് കഴിഞ്ഞേച്ച് പിന്നെ നോക്കണം ഗുരുവാണ് നല്ല സ്ഥാനത്ത് നിൽക്കുന്നത്. ഗുരുവിന് കേതുവിൻ്റെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ ഗുരുവിനും അത്ര നല്ലതൊന്നും ചെയ്യാൻ കഴിയുകയില്ല. പിന്നെ ഇവിടെ രവിയാണെങ്കിൽ ഈ രാഹുവിനും കേതുവിനും ദൃഷ്ടിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ വരുന്നതും. ഇങ്ങനെ രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ ഇങ്ങനെ വാക്കുകൾ അതൊക്കെ വരുന്നില്ലേ, അവർക്ക് പല പല കുഴപ്പങ്ങൾ വരുന്നതിനെല്ലാം കാരണം ഈ രവി ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ്. ഈ ശുക്രൻ അനുകൂലമേ അല്ല. ശുക്രനുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് ഇപ്പോൾ വളരെയധികം പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്.
ഇത് മേടൻ രാശിക്ക് എടുത്തു പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് കണ്ട വീഡിയോകളിലെല്ലാം തന്നെ മേടൻ രാശിയിലെ നക്ഷത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവർ. ഈ വലിയ രാജയോഗം വരുന്ന ഈ നാളുകാർക്ക് ഇപ്പോൾ താണ്ടി ഇത് വരുന്നു എന്നൊക്കെ പറഞ്ഞ് ധനുരാശിയിൽ ഈ ധനുമാസം പിറന്നപ്പോഴത്തേക്ക് ഇങ്ങനെ പ്രവചനങ്ങളുടെ ഒരു ഘോഷയാത്ര വന്നു. അതുകൊണ്ടാണ്. അപ്പോൾ കാലപുരുഷ ചാട്ടിലും ലഗ്നം എപ്പോഴും മേടമായിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. പിന്നെ ഓരോരോ രാജ്യക്കാർ പ്രത്യേക പ്രത്യേക ലഗ്നം വെച്ച് നോക്കാം. നമ്മൾ മേടമല്ലേ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ ലോകത്തിന് ഇനിയും ഈ അടുത്ത 2 ദിവസം, ഇന്നത്തെ ദിവസവും നാളെയും കൊണ്ട് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ആ ഭൂചലനത്തിനും പിന്നെ ഇങ്ങനെ പ്രകൃതി ദുരന്തങ്ങൾക്കും ഒക്കെയുള്ള ചാൻസ് പിന്നെയും കിടക്കുകയാണ്. വിഷവാതകത്തിൻ്റെ ആ എഫക്റ്റ് പോയിട്ടില്ല. ഇനി 3-4 ദിവസവും കൂടി ആ എഫക്റ്റ് കാണും. കാരണം ശനി ദൃഷ്ടിയിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ. പക്ഷേ അതിനേക്കാളും വലുതാണ് രാഹുവിൻ്റെ ദൃഷ്ടിയെന്ന് കഴിഞ്ഞ ദിവസത്തെ ആ സംഭവം തെളിയിച്ചു. എന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ്? എന്നാണ് ഈ സ്ഥിതിഗതികൾ മാറുക എന്ന് പറയാനുള്ള ഉത്തരമാണ് ഈ പറഞ്ഞു വരുന്നത്. അതായത് ഈ രാഹുവും കേതുവും ഈ ഉഭയരാശികളിൽ നിൽക്കുമ്പോൾ അവയ്ക്ക് മറ്റുള്ള 2 ഉഭയരാശികളും കൂടി ഇല്ലേ, അതായത് മീനം, മിഥുനം, കന്നി, ധനു, ഇതെല്ലാം ഉഭയരാശികളാണ്. അങ്ങനെ പരസ്പരം ദൃഷ്ടി ചെയ്യും. അതിൻ്റെ ഇടയിൽ ഏതൊക്കെ ഗ്രഹങ്ങൾ വരുന്നോ അവയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം കുഴപ്പവും വരും. അതുകൊണ്ടാണ് ഈ നമ്മളിത് നമുക്ക് വലിയ കഴിവുണ്ടെന്ന് തെളിയിക്കാനോ ഒന്നുമല്ല, നമുക്ക് നിരീക്ഷിച്ച് പഠിക്കാൻ വേണ്ടി, അതായത് പ്രാക്ടിക്കലായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അല്ലാതെ നമ്മൾ എന്തെങ്കിലും അങ്ങ് തെളിയിക്കാനൊന്നുമല്ല. കാരണം വിഷവാതകം ശ്വസിച്ച് 10-12 പേര് മരിച്ചു. പിന്നെ വാഹനങ്ങളുടെ കാര്യം പിന്നെ പറയണ്ട. അതുപോലെ പ്രകൃതി ദുരന്തങ്ങളും ഇങ്ങനെയുള്ള നമ്മൾ പറഞ്ഞതെല്ലാം സംഭവിച്ചു. പക്ഷേ കണ്ടത് എത്ര പേരാണ്? ഒരു 150 പേര് കണ്ടു. ആ കണ്ടവരിൽ തന്നെ പലരും അതിനോട് പ്രതികരിച്ചില്ല. ഈ അവഗണന നമ്മൾ ജീവിതകാലം മുഴുവൻ നമ്മൾ സഹിച്ചിട്ടുള്ളതാണ്. നമുക്കതൊക്കെ വെറും പ്രശ്നമല്ല, പുല്ലാണെന്ന് പറയത്തില്ലേ, അതുപോലെയാണ്. അത് നമ്മൾക്കറിയാം. നമ്മൾ ഇപ്പം ഒരു ഗ്രഹസ്ഥിതി കാണുമ്പോൾ ഇന്നത് സംഭവിക്കാൻ പോകുന്നു എന്ന് തീർച്ചയായിട്ടും അറിയാം. അതുപോലെ തന്നെയാണ് ഇതുവരെ സംഭവിച്ചിട്ടുള്ളത്. അതിന് വ്യതിരേകമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ അതിനൊരു കഴിവ് തന്നത് ഭഗവാനാണ്. അത് മറച്ചു വെച്ചുകൊണ്ടല്ല നമ്മൾ പറയുന്നത്. പക്ഷേ ചില സമയങ്ങളിലൊക്കെ നമുക്കും തോന്നും. പിന്നെ വീണ്ടും എന്തിനാണ് ഇവിടെ തന്നെ ഈ രംഗത്ത് തന്നെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഭഗവാനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ഈ ശാസ്ത്രം സത്യമാണെന്ന് പൂർണ്ണ വിശ്വാസമുള്ളത് കൊണ്ടാണ്. ഇന്ന് തന്നെ ഒരു വീഡിയോ കണ്ടു. അതിനകത്തൊരു കുട്ടിയുടെ അസുഖം എന്തുവാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ജ്യോതിഷം മാത്രമേ ഉള്ളൂ വഴി, വേറെ ഒന്നുമില്ല. കാരണം മെഡിക്കൽ അസ്ട്രോളജിയിൽ നമുക്ക് 1/2 മിനിറ്റ് മതി ഒരു രോഗം കണ്ടുപിടിക്കാൻ. ഞാനങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ട് 2 കൊല്ലം മുമ്പ്. പിന്നെ അതിലും ഒരു ഇങ്ങനെയുള്ള അവഗണന വന്നപ്പോഴാണ് നമ്മൾ ആ രംഗം വിട്ടിട്ട് മുണ്ടൈൻ അസ്ട്രോളജിയിലോട്ട് തിരിഞ്ഞത്. അതും പ്രത്യേക ഒരു സാഹചര്യത്തിൽ, ആ താലിബാൻ പ്രശ്നം അതിന് മുമ്പ് തൊട്ട് മുമ്പത്തെ ദിവസമാണ് തുടങ്ങിയത്. ആ പ്രശ്നം കറക്റ്റായിട്ട് പ്രവചിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരു 40 പേരെങ്കിലും ഇല്ലേ, അവർക്ക് വേണ്ടിയാണ് ഈ പറയുന്നത്. അവരോടാണ് പറയുന്നത്. അവരും ജീവിതത്തിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ തോറ്റ് പിന്മാറരുത്. നമ്മൾ തുറന്നുകൊണ്ടേയിരിക്കണം. നമ്മൾ പ്രവചിച്ചില്ലെങ്കിലും സംഭവിക്കാനുള്ളത് സംഭവിക്കും. 12 പേര് ആൾക്കാത് വിഷപ്പുകയേറ്റപ്പോൾ ഓർക്കണം, അവിടെ നമ്മൾ പറഞ്ഞു ആഡംബരമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെയുള്ളവർ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞപ്പോഴെല്ലാം പല പ്രശ്നങ്ങളുണ്ടായി. നമ്മൾ പറഞ്ഞില്ലെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും. കാരണം കുറേ നാൾ അങ്ങനെ പറയാതിരുന്നപ്പോഴും പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് പഠിക്കാം. ഇത് പഠിച്ചുകൊണ്ട് മാത്രമേ ഇനി അങ്ങോട്ട് ലോകത്തെ രക്ഷിക്കാൻ നമുക്ക് കഴിയുള്ളൂ. ഒരു സയൻസിനും കഴിയുകയില്ല ലോകത്തെ രക്ഷിക്കാൻ. നമുക്ക് മാത്രം അത് ജ്യോതിഷം പഠിച്ചിട്ട് അതിന് എതിരെ നമ്മൾ പറയുമ്പോൾ മാത്രമേ ലോകത്തെ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ഒന്നിനും പറ്റത്തില്ല. അങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ലോകമില്ലെങ്കിൽ പിന്നെ നമ്മളില്ലല്ലോ. നമ്മൾ ഉണ്ടാകണമെങ്കിൽ ലോകം വേണ്ടേ? അപ്പോൾ ഇത് കടുത്ത മഴ, ഇപ്പോൾ ധ്രുവങ്ങളിലൊക്കെ മഞ്ഞ് ഉരുകാൻ തുടങ്ങുന്നു. അങ്ങനെയൊക്കെ ചില വാർത്തകൾ കാണുന്നില്ലേ? അതുപോലെ ചിലയിടത്ത് വെള്ളം ഇല്ലാതെ വരുന്ന അവസ്ഥകളൊക്കെ ഇല്ലേ? ആ അവസ്ഥകളിലൊക്കെ നമ്മളെ രക്ഷിക്കാൻ ഈ ശാസ്ത്രത്തിന് കഴിയുമെന്ന് ഈ ഒരു ചാനലിൽ തന്നെ പല തെളിവുകളും കിടപ്പുണ്ട്. കാരണം ഭയങ്കരമായിട്ട് അതികഠിന ചൂട് വന്നപ്പോൾ നമ്മൾ മഴ പെയ്യിച്ചിട്ടുണ്ട്. അത് ഭയങ്കര മഴ വന്നപ്പോൾ അത് നിർത്തുകയും ചെയ്തിട്ടുണ്ട്. ആ
ആ നിർത്തുന്ന വീഡിയോ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. മറ്റേത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം പിന്നീടും അത് കേട്ടാൽ പ്രശ്നമാവുമെന്ന് വിചാരിച്ചു, മഴ പെയ്താൽ കൂടുതൽ പ്രശ്നമാവുമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ ഇനി അടുത്ത ദിവസങ്ങളിൽ അതികഠിനമായിട്ടുള്ള മഴ വരത്തില്ലേ ചില സ്ഥലങ്ങളിൽ. ഞാൻ ഹൈദരാബാദിലാണ്, എനിക്ക് ഇവിടുന്നുണ്ട് അറിയാൻ പറ്റത്തില്ല. ഇവിടുത്തെ കാലാവസ്ഥ തീർച്ചയായിട്ടും നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആ മഴ കൂടുതലാകുകയാണെങ്കിൽ നമ്മുടെ ചാനലിൽ മഴ കുറയ്ക്കാനുള്ള വീഡിയോകളുണ്ട്. മിക്കവാറും ജ്യോതിഷപാഠം പ്ലേലിസ്റ്റിൽ തന്നെ കാണുമായിരിക്കും. അല്ലെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി, അതിനകത്ത് പ്രാർത്ഥന എന്നും പറഞ്ഞിട്ടിരിക്കും. ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്താൽ മാത്രം മതി. അതിനകത്തൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് വിട്ടാൽ മാത്രം മതി. തീർച്ചയായിട്ടും മഴ നിൽക്കും. എന്നെങ്കിൽ പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ചാൽ ഇവിടെ മഴ ഒട്ടും ഇല്ലാതായിപ്പോയി. കഴിഞ്ഞ പ്രാവശ്യം വെള്ളമില്ലാതായിപ്പോയി. അങ്ങനെ വെള്ളത്തിന് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ വന്നു. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ മഞ്ഞ് കൂടുകയാണെങ്കിൽ അതിന് മഞ്ഞ് കുറയ്ക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ കൂടെ പ്രാർത്ഥിക്കും. പക്ഷെ മഞ്ഞും ചിലപ്പോൾ ആവശ്യമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതെല്ലാം വെറുതെ ഇരുന്നങ്ങ് പുലമ്പെന്ന് തോന്നുന്നു. ഇതിനെല്ലാം തെളിവുകൾ നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. അങ്ങനെ നോക്കിയാൽ മതി. അപ്പോൾ ആ ഒരൊറ്റ വീഡിയോയുടെ ലിങ്ക് എനിക്ക് ഇതിനകത്ത് കിട്ടുവാണെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ടേക്കാം. അല്ലെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണേ. കാരണം എവിടെയൊക്കെയാണ് മഴ പെയ്യുന്നതെന്നും നമുക്ക് വിട്ടുന്നതുകൊണ്ട് അറിയാൻ പറ്റുന്നില്ല. പിന്നെ ശബരിമലയ്ക്ക് അടുത്തൊക്കെ ഉള്ളവരല്ലേ, അവരൊന്നും പ്രത്യേകം ഒന്ന് പരിഗണിക്കണേ. എന്താണെന്ന് വെച്ചാൽ സ്വാമിമാർക്ക് ബുദ്ധിമുട്ടൊന്നും വരരുത്. കാരണം അത്രയും ബുദ്ധിമുട്ടിയാണ് ഈ ആന്ധ്രയിൽ നിന്നും തെലുങ്കാനയിൽ നിന്നും ഒക്കെയുള്ള സ്വാമിമാർ ഒരുപാട് ബുദ്ധിമുട്ട്, ഒരുപാട് വ്രതമൊക്കെ കഠിന വ്രതങ്ങൾ എടുത്തിട്ട് വളരെ ഭക്തിയോടുകൂടി വരുന്നതാണ്. അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാൻ നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം. എപ്പോഴും ഭഗവാന്റെ ഭക്തന്മാർക്ക് വേണ്ടി എന്താണ് പ്രാർത്ഥിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഭഗവാനോടല്ലേ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ ഭക്തന്മാരെ രക്ഷിക്കാനും പ്രാർത്ഥിക്കാനല്ലേ നമുക്ക് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ആരും വേറെ കമൻ്റ് ഒന്നും ഇടണ്ട, അതൊക്കെ അപ്പോഴേ ഡിലീറ്റ് ചെയ്താൽ കളയും. അപ്പോൾ ഇനി ചന്ദ്രൻ കർക്കിടകൻ രാശിയിൽ ഇപ്പോൾ നിൽക്കുന്നു. ഇനി ചിങ്ങൻ രാശിയിലോട്ട് മാറുമ്പോഴും കന്നി രാശിയിൽ വന്നാലും പ്രശ്നമാണ്. അത്രയും ദിവസം നമ്മളൊന്ന് ശ്രദ്ധിക്കുക. എന്തൊക്കെ മാറ്റങ്ങളാണ് ലോകത്തിൽ വരുന്നത്, പ്രത്യേകിച്ച് വിഷവാതക ചോർച്ച പോലെയുള്ള കാര്യങ്ങൾ. അത് കർക്കിടകം ചിങ്ങൻ രാശിയിൽ വരുമ്പോഴാണോ കൂടുതൽ, കന്നി രാശിയിൽ ചെല്ലുമ്പോഴാണോ കൂടുതലെന്ന് പ്രത്യേകം നമ്മൾ നിരീക്ഷിക്കണം. കാരണം കേതുവിനൊപ്പം വരുമ്പോഴാണോ അതോ ശനി ദൃഷ്ടിയിൽ വരുമ്പോഴാണോ ഈ കൂടുതൽ പ്രശ്നമെന്ന്. അതുപോലെ തീപിടുത്തങ്ങൾക്കുള്ള സാധ്യതയൊന്നും കുറയുന്നില്ല. കാരണം കുജൻ അതിൻ്റെ കാരകനാണ്. കുജൻ്റെ കാരകത്വങ്ങൾ നോക്കിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതും നമ്മൾ മനസ്സിൽ വെച്ചിരിക്കണം. അത് കഴിഞ്ഞേച്ച് ഭൂചലനങ്ങൾ, അത് ശനി ചന്ദ്രഗന്ധാണ്ടത്തിലാണോ വരുന്നത്, അതോ ആ കുജനും ശനിയും കൂടെ ഉള്ള ആ ദൃഷ്ടി, അത് ഇപ്പോൾ നല്ല പൂർണ്ണ ദൃഷ്ടിയില്ലേ, അതിൻ്റെ കൂട്ടത്തിൽ ചന്ദ്രൻ വരുമ്പോൾ ഈ 2 ദിവസങ്ങളിൽ ഉണ്ടാകുന്നുണ്ടോ, എത്രത്തോളം മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, അതും നമ്മൾ ചിന്തിക്കണം. പിന്നെ മണ്ണിടിച്ചിൽ ഏതെല്ലാം സ്ഥലങ്ങളിലാണ് ഉണ്ടാകുന്നത്, കൊടുങ്കാറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളില്ലേ, അത് ഏതൊക്കെ സ്ഥലങ്ങളിലാണ്, അപ്പോഴത്തെ ഏത് ഗ്രഹം നിൽക്കുന്ന രാശിയിലുള്ള സ്ഥലങ്ങൾ. ബാക്കി കൂടെ പറയാം, ഇത് ഈ വീഡിയോയിൽ പറയണമെന്നാണ് വിചാരിച്ചത്, പറ്റിയില്ല. അടുത്ത വീഡിയോയിൽ ബാക്കി രാഷ്ട്രങ്ങളും കൂടെ പറയുന്നതായിരിക്കും, സിറ്റികളും. അപ്പോൾ അതും കൂടെ വെച്ചിട്ട് നമുക്ക് നോക്കാം. എന്നിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് മിക്കവാറും രാജ്യങ്ങളിൽ ഏത് ഗ്രഹം മൂലമാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും കഴിയും. പിന്നെ നമ്മൾ അക്ഷരങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോണേ. അത് എൻ്റെ ശാസ്ത്രീയ വശമൊന്നും അറിയത്തില്ല, ഉണ്ടോയെന്നും അറിയത്തില്ല. പക്ഷെ ഒബ്സർവേഷനിൽ അങ്ങനെയാണ് കണ്ടത്. CK ഇങ്ങനെയുള്ള അക്ഷരങ്ങൾ വരുന്ന സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ഇതെല്ലാം കൂടുതലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. കുരട്ടി, കുമളി അങ്ങനെയൊക്കെയുള്ള പേരുകളിലെ കൊച്ചി, അതുപോലെ തന്നെയാണെങ്കിൽ ചിലി, കാലിഫോർണിയ, ചൈന അങ്ങനെയൊക്കെയല്ലേ. പിന്നെ പാകിസ്ഥാനിലും സംഭവിക്കുന്നുണ്ട്. ആ പാകിസ്ഥാനിൽ ഏത് സ്ഥലത്താണ് സംഭവിക്കുന്നത് നോക്കണം. അപ്പോൾ അവിടെ മഞ്ഞ് വീഴ്ചയില്ലേ, അത് കൂടാനുള്ള സാധ്യത വളരെയധികമാണ്. ചെറിയൊരു ആശ്വാസമുള്ളത് രവി പിന്നെ അഗ്നിരാശിയിലോട്ട് വന്നു എന്നുള്ളതാണ്. അതുകൊണ്ടൊരു ചെറിയ മാറ്റം ഉണ്ടാവുമോ നമ്മൾ ശ്രദ്ധിക്കണം. രാഹു ഇപ്പോഴും ജലരാശിയിൽ തന്നെയാണ്. അതുകൊണ്ട് തണുപ്പ് കൂടുകയാണോ കുറയുകയാണോ അത് നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യണം. അവിടെ നമ്മൾ പ്രവചനമൊന്നും നടത്തുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അത് തീർച്ചയില്ലാത്തതുകൊണ്ട്. നാളേക്ക് സുനാമി മുന്നറിയിപ്പ് വന്നിരുന്നെങ്കിലും അത് പിൻവലിച്ചു. അതുപോലെ നമ്മൾക്കറിയത്തില്ല. അതുപോലെ അഗ്നിപർവ്വതങ്ങളൊക്കെ ഉള്ളിടത്തുള്ളതാണെങ്കിൽ എപ്പോഴോ പൊട്ടിക്കൊണ്ടിരിക്കുന്നത് അത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയല്ലേ. അതിനെക്കുറിച്ച് ഒന്നും നമ്മൾ പറയണ്ട. എപ്പോഴും നമ്മൾ എന്ത് പഠിച്ചാലും അതിൽ നിന്ന് നേട്ടം ഉണ്ടാകണം എന്ന് വിചാരിച്ചുകൊണ്ട് പഠിക്കുകയോ അല്ലെങ്കിൽ ചെയ്യുകയോ ചെയ്ത് ഈ ചാനൽ തന്നെ ആദ്യമൊന്നും തുടങ്ങിയതൊന്നും നമ്മൾക്ക് എന്തെങ്കിലും വരുമോ എന്ന് പ്രതീക്ഷിച്ചല്ല. പിന്നെ ഇങ്ങനെ കുറച്ച് കയറി വന്നപ്പോൾ എന്തെങ്കിലും പറ്റുമെന്ന് വിചാരിച്ചു. പക്ഷേ നടക്കുന്നില്ല. അത് പോട്ടെ.
ഇപ്പോൾ വിവേകാനന്ദ സ്വാമി ഒരുപാട് പഠിച്ചു, ശ്രീനാരായണ ഗുരുദേവൻ ഒരുപാട് പഠിച്ചു. ഇവരെല്ലാം എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഒരുപാട് അങ്ങ് സമ്പാദിച്ചു കൂട്ടുകയൊന്നും ചെയ്തില്ല. മുഴു പട്ടിണിയിലായിരുന്നു അവരും. എന്നിട്ടും അവർ പഠിച്ചുകൊണ്ടേ ഇരുന്നില്ലേ. അതുപോലെ നമ്മളും ഇത് ഇങ്ങനെ തുറന്നുകൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ കുറേ നാളായിട്ട് പ്രവചന വീഡിയോകൾ ഇടുന്നത് ഇങ്ങനെ ശാസ്ത്രം സത്യമാണെന്ന് തെളിയിക്കാൻ തന്നെയാണ്. ഇപ്പോൾ കൃത്യമായിട്ട് ഇന്ന ദിവസമെന്ന് പറയത്തക്ക രീതിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒരു ജാതകം നോക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഇങ്ങനത്തെയൊക്കെ ഈ പ്രവചനം നടത്തുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. എപ്പോഴും ഒരു ലഗ്നമാണ്, പിന്നെ ഗ്രഹങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ നല്ല ബുദ്ധിയുള്ള കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ ഗീതാ ശ്ലോകങ്ങളും അതുപോലെയൊക്കെയുള്ള ഇങ്ങനെ മതപഠനങ്ങളും ഒക്കെ നടത്തുന്ന സമയത്ത് കുറച്ച് ജ്യോതിഷവും കൂടി പഠിക്കുക. അപ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും, കുഞ്ഞു മനസ്സല്ലേ, പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഈ ശാസ്ത്രത്തിന് ഒരുപാട് സംഭാവനകൾ നൽകാൻ കഴിയും. അങ്ങനെയും കൂടി കുഞ്ഞുങ്ങളിലൊരു ഇൻട്രസ്റ്റ് വളർത്തിയെടുക്കുക. പിന്നെ സ്വയം തോന്നാതെ ഒരിക്കലും പഠിക്കാനും പറ്റുകയില്ല. ഭഗവാന്റെ അനുഗ്രഹവും വേണം. നമുക്ക് ഭഗവാന്റെ ഭക്തന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഓം നമഃ ശിവായ. ഒരുപാട് നാൾ ഉറക്കമൊഴിഞ്ഞ് ഒരുപാട് പരിഹാസങ്ങൾ കേട്ടിട്ട് പഠിച്ച ഒരു ശാസ്ത്രമാണ് നിങ്ങൾക്ക് വേണ്ടി ഇത്രയും ചെറുതായിട്ട് സിമ്പിളായിട്ട് പറയുന്നത്. മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്ത സിദ്ധാന്തങ്ങളാണ് കൂടുതലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അവഗണിച്ചാലും പരിഹസിക്കാതിരിക്കുക, അത് മാത്രം ചെയ്യാതിരിക്കുക. ഓം നമഃ ശിവായ.